ഹലോ, ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയാലോ. ഇത്രയും ക്ലാവ് പിടിച്ചിരിക്കുന്ന ഈ വിളക്കിനെ ഞാൻ കഴുകി വെളുപ്പിച്ച് നല്ല പുതിയ വിളക്കൂട്ടാക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിയാൽ ആദ്യം അതിന് നമുക്ക് വേണ്ട നമ്മുടെ ചുടുകട്ട ഉണ്ടല്ലോ. ചുടുകട്ട ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്ന എടുത്തിട്ട് അത് പൊടിക്കണം. അതിൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ നിങ്ങൾ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് കഴുകി നോക്കുക കേട്ടോ. ചുടുകട്ട പൊടിച്ചതെടുത്ത് ഞാൻ ആ കഴുകാനുള്ള താലത്തിലോട്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ നമുക്ക് വേണ്ട മറ്റേ ഇരുമ്പമ്പുളി ഉണ്ടല്ലോ. ഇപ്പം അതിൻ്റെ സീസൺ അല്ല, അതുകൊണ്ട് എനിക്ക് ആകെപ്പാട് 2 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഇത് സീസൺ ആയിരിക്കുമ്പോൾ പഴുത്ത് വീഴുന്നത് നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ആ പൊടിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഒരേ എഫക്റ്റാണ്. പിന്നെ വേണ്ടത് ഒരു ഇത് നാരങ്ങാ നീര് വേണം. ആ നാരങ്ങാ നീരും അതിൻ്റെ തൊണ്ടും കൂടി അതിലങ്ങ് ഇടുവാണ്. ഇത് നന്നായിട്ട് പഴുത്ത നാരങ്ങയായിരുന്നു കേട്ടോ. അത് വെള്ളം പിഴിയാനൊന്നും കൊള്ളത്തില്ല. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി വേണം. അതും കൂടി അതിലോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ കുഴയ്ക്കാം. ഇതൊരു പേസ്റ്റ് കൂട്ടങ്ങാക്കണം കേട്ടോ കുഴച്ച്. ഞാൻ ഒരുപാട് ട്രിക്സ് വിളക്കെഴുകാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വിനേഗറും ബേക്കിംഗ് സോഡയൊക്കെ കൂടി ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വിളക്ക് മുക്കി ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള തോന്നിയത് ഇതാണ് കേട്ടോ. നമ്മൾ പുതിയ വിളക്ക് കൂട്ട് വെട്ടിത്തിളങ്ങുന്ന വിളക്ക് കിട്ടും. എന്നിട്ട് ഈ പേസ്റ്റ് നമുക്ക് ആ ക്ലാവ് പിടിച്ചിരിക്കുന്ന വിളക്കിലെല്ലാം തേച്ച് പിടിപ്പിക്കാവേ. നന്നായിട്ട് എന്തിലൊക്കെയാണോ നമുക്ക് കഴുകേണ്ടത്, എന്തിൻ്റെയൊക്കെ അഴുക്കാണോ അല്ലെങ്കിൽ ആ കളറാണോ നമുക്ക് കിട്ടേണ്ടത്, ആ പാത്രങ്ങൾ ഓട്ടുപാത്രം ഏതിൽ വേണമെങ്കിലും ചെയ്യാം, പിച്ചള പാത്രങ്ങളിലും ചെയ്യാവേ. അതിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണവേ. സാധാരണ കൂട്ട് ഒരുപാട് സമയം മണിക്കൂറുകളോളം ഒന്നും ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലെല്ലാത്തിലും തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സമയം നമുക്ക് എന്തൊക്കെയാണോ തേച്ച് വെളുപ്പിക്കാനുള്ളത് അതിലെല്ലാം ഇത് തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സമയം മാത്രം വെച്ചിരുന്നാൽ മതി. കിണ്ടിയിലാണെങ്കിൽ ഞങ്ങൾ വെള്ളം അങ്ങനെ വെക്കാറില്ല. അപ്പം അതിനകത്ത് കുഞ്ഞുള്ളതല്ലേ, അവളാണെങ്കിൽ ഭസ്മവും വെള്ളമൊക്കെ കൂടെ കോരി ഒഴിച്ച് അതൊരു പരുവാക്കി വെച്ചേക്കാണ്. അപ്പം ഞാൻ അകത്തെല്ലാം നന്നായിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. അതിനകമൊക്കെ നല്ലതായിട്ട് ക്ലാവ് പിടിച്ചിട്ടിരിക്കുകയാണ്. യൂസ് ചെയ്യാത്ത കിണ്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ അതും ഞാൻ വെളുപ്പിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് മണ്ണാണ് കേട്ടോ. നമ്മൾ മണ്ണിലിരുന്നാണ് വിളക്ക് തേക്കുന്നത്. ഞാനപ്പോൾ അവിടുന്ന് തന്നെ കുറച്ച് മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് ആ പാത്രത്തിലോട്ട് ഇട്ട് ഈ മണ്ണിട്ടാണ് നമ്മൾ ശരിക്കും ചകിരിയും കൂടി വെച്ച് വിളക്ക് തേക്കാൻ പോകുന്നത്. വേറെ ഒരു സോപ്പോ ഒരു കാര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മണ്ണെടുത്തിട്ട് അതിലോട്ടിട്ടിട്ട് ചകിരിയിട്ട് വിളക്ക് നന്നായിട്ട് തേക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തേക്കണം എന്ന് വെച്ചാൽ കുറച്ച് എഫേർട്ടല്ല എനർജി കൊടുത്ത് തേക്കണം. ആ ക്ലാവ് ഇളകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് തേക്കണം. അങ്ങനെ നമുക്ക് ഏതെല്ലാം പാത്രത്തിലാണോ നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, വിളക്കിലാണോ നമ്മളിത് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഇത് നമുക്ക് ഓട്ടുപാത്രത്തിലും മൊന്തയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതെല്ലാം നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര റിസൾട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ഐഡിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണെങ്കിലും. ഇത് ഞാൻ ഒരിടത്തും കണ്ടതല്ല. ഓടിൻ്റെ കട്ടയിട്ട് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതിലോട്ട് കുറച്ച് നാരങ്ങാനീരും പുളിയും ഒക്കെ കൂടി, ഇതെല്ലാം വിളക്ക് വെളുക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാവേ. ഈ വിളക്ക് ആദ്യം എങ്ങനെ ഇരുന്നതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് കഴുകി നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ റിസൾട്ട്. വെട്ടിത്തിളങ്ങുന്ന വിളക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വിളക്കും പാത്രവും താലവും കിണ്ടി എല്ലാം കഴുകിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഞെട്ടിയത് ആ കിണ്ടി കണ്ടിട്ടാണ് കേട്ടോ. കാരണം ആ കിണ്ടിക്കകത്തൊക്കെ നല്ല രീതിക്ക് അഴുക്കുണ്ടായിരുന്നു. അതെല്ലാം പോയിട്ടുണ്ട്. നല്ല പുതിയത് കൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഈ വെള്ളമെല്ലാം തുണിയിട്ടൊന്ന് തുടച്ചും കൂടി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിളക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ വിളക്ക് കൂട്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ വിളക്ക് എങ്ങനെ ഇരുന്നതാണെന്നും ഇപ്പം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇങ്ങനൊന്ന് ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനൊന്ന് കഴുകിയാൽ മതി. ഇപ്പോൾ വിളക്ക് നന്നായിട്ടിരിക്കും കേട്ടോ. ഇനി എന്തായാലും നമുക്ക് വിളക്കിനൊരുക്കി കത്തിക്കാവേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.